അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة ഔ മിസ്കീനൻ ദാ മത്റബ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്നാദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പായി സഫ മർവ കുന്നുകൾക്കിടയിൽ സഈ നടത്തുന്നതിൻ്റെ സമീപത്തുള്ള ഒരു ഉയർന്ന പ്രദേശത്ത് നിന്നുകൊണ്ട്, അക്കാലത്ത് മക്കയിലെ സൂക്ക് അവിടെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ നോക്കി പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്നകി ലഖൈറു അർളില്ലാ വ അഹബ്ബു അർളില്ലാഹി ഇലയ്യ. അല്ലയോ മക്ക, അള്ളാഹുവിൻ്റെ നാട്ടിൽ വെച്ച് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്തമമായ നാട്, രാജ്യം നീയാണ്. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് നീ തന്നെയാണ്. വലൗല അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്തു. നിന്റെ നാട്ടിലെ ജനത ഈ നാട്ടിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട് വിട്ടു പുറത്തു പോകുമായിരുന്നില്ല. ജന്മനാടിനോടുള്ള സ്നേഹം അത് ഓരോ മനുഷ്യൻ്റെയും സ്വാഭാവിക സ്വഭാവമാണ്. അതല്ലെങ്കിൽ ഹൃദയത്തിൽ അടിസ്ഥാനപരമായുള്ള ഒരു വികാരമാണ്. അങ്ങനെയുള്ള ഒരു സ്വാഭാവിക സ്നേഹം എന്നതിലപ്പുറം നുബുവത്ത് ലഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നത്. അതിന് തൊട്ടു മുമ്പാണ് വികാര നിർഭരമായ ഒരു പ്രഖ്യാപനം റസൂൽ നടത്തുന്നത്. ജനിച്ച നാടിനോട് സ്നേഹവും ആദരവും ഉണ്ടാവുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന ഒരു സന്ദേശവും കൂടി പ്രവാചകന്റെ ഈ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അയാൾ വിശ്വസിക്കുന്ന ആദർശം തുറന്നു പറയുവാനുള്ള അവകാശം മൗലികാവകാശമാണ്. തൻ്റെ അഭിപ്രായം തൻ്റെ സഹപ്രവർത്തകനുമായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീണ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. ഈ പറഞ്ഞ മൗലികാവകാശം നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതനായത്. മനുഷ്യന് തൻ്റെ ആദർശം ഭയലേശമന്യേ നിർഭയമായി തുറന്നു പറയാൻ കഴിയണം. ആരെയും പേടിക്കാതെ സ്വന്തം നാട്ടിൽ ജീവിക്കുവാനുള്ള സാഹചര്യവും ചുറ്റുപാടും ഉണ്ടാകണം. സുരക്ഷിതത്വ ബോധമുണ്ടാകണം. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു നാട് എപ്രകാരമായിരിക്കണം, ഒരു നാടിനെ കുറിച്ചുള്ള ഖുർആനിന്റെ സങ്കല്പം എന്താണ് എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം വിവരിക്കുന്നിടത്ത് കാണാം. ഖുർആനിൽ പല സ്ഥലങ്ങളാലെ ആവർത്തിച്ചു പറഞ്ഞതാ.
തൻ്റെ ഭാര്യയെയും സന്താനത്തെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ നിർഭയത്വമുള്ള, സമാധാനമുള്ള, സുരക്ഷിതത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നാണ്. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ റബ്ബേ നീ പ്രദാനം ചെയ്യണമേ എന്നാണ്. അപ്പൊ സുരക്ഷിതത്വവും സമാധാനവും കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യവും അതേപോലെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളുടെ ലഭ്യതയും, ഇതാണ് വിശുദ്ധ ഖുർആന്റെ വീക്ഷണത്തിൽ ഒരു നാടിന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത് അതിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ നിങ്ങൾ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിടത്ത് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞപ്പോ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്, നിങ്ങൾക്ക് വിശന്നപ്പോ ഭക്ഷണം നൽകിയ, നിങ്ങൾക്ക് ഭയവും പേടിയും ഒക്കെ അനുഭവപ്പെട്ട സന്ദർഭത്തിൽ നിർഭയത്വം നൽകിയ അള്ളാഹു എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ നിർഭയത്വവും ഭക്ഷണവും തന്നെയാണ് അവിടെയും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമായി. ഈ ആശയങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകമുണ്ട്, സ്വഹീഹായ ഹദീസുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മൻ അസ്ബഹ ആമിനം ഫീ സിറബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂത്ത് യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് നിർഭയനായി ഭയലേശമന്യേ നേരം പുലരുകയും മുആഫൻ ഫീ ജസദിഹി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ഇൻദഹു ഖൂത്ത് യൗമിഹി ഒരു ദിവസത്തിന് അന്നേ ദിവസത്തിന് ആവശ്യമായ ഭക്ഷണം അദ്ദേഹത്തിന്റെ അടുക്കൽ ലഭ്യമാവുകയും ചെയ്താൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവൊക്കെയും അയാൾക്ക് കൈവന്നതിന് തുല്യമാണ് എന്നാണ്. നേരത്തെ പറഞ്ഞ ഇതേ ആശയമാണ്. നിർഭയത്വം വേണം, സമാധാനം വേണം, സ്വാതന്ത്ര്യം വേണം, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും വേണം. ഇതാണ് ഇസ്ലാമിക സങ്കല്പത്തിലുള്ള ഒരു നാട്, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന വശം എന്ന് പറയുന്നത്. ഈ സുരക്ഷിതത്വം, സമാധാനം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശ്വാസി അവഗണിക്കേണ്ട ഒരു വിഷയമല്ല. കാരണം സുരക്ഷിതത്വം ഇല്ലെങ്കിൽ വേറെ ഏത് പുരോഗതിൻ്റെ ആയിട്ടൊരു കാര്യമില്ല. വിദ്യാഭ്യാസ പുരോഗതിൻ്റെ ആയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അടിസ്ഥാന വികസനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വ്യാപാരമോ കച്ചവടമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പുരോഗതിയുടെയും വളർച്ചയുടെയും ഒക്കെ അടയാളങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സ്വസ്ഥമായി നിർഭയനായി തന്റെ വീട്ടിൽ അന്തി ഉറങ്ങുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗതിക വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിനാൽ ഇത് അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. കാര്യഗൗരവത്തോടു കൂടെ വിശ്വാസികൾ ചിന്തിക്കേണ്ട ഒരു കാര്യവുമാണ്. നാളെ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യദിന ആഘോഷം എന്ന് പറയുമ്പോൾ ദേശീയ പതാക ഉയർത്തലോ അല്ലെങ്കിൽ ദേശീയ പതാകക്ക് അഭിവാദനം അർപ്പിക്കലോ മാത്രമായി ചുരുങ്ങിപ്പോവുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ധർമ്മബോധമനുസരിച്ച്, ജീവിത മൂല്യങ്ങൾക്കനുസരിച്ച്, നാട്ടിലെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ജീവിക്കുവാനുള്ള അവസരവും സാഹചര്യവുമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുമ്പോൾ ആ സ്വാതന്ത്ര്യം ലഭ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച മുൻകാല സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച്, അവരുടെ ത്യാഗങ്ങളെ കുറിച്ച് പുതുതലമുറയെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ മതമേതാകട്ടെ, അവർ സഹിച്ച ത്യാഗങ്ങൾക്കായിരിക്കണം നാം ഊന്നൽ നൽകേണ്ടത്. ഈ നാടിന്റെ മഹിതമായ പാരമ്പര്യം എന്താണെന്ന് പുതുതലമുറക്ക് നാം പറഞ്ഞു കൊടുക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ
ജീവനും സ്വത്തുമൊക്കെ നഷ്ടപ്പെട്ട പരശതം സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പുതുതലമുറയെ കൃത്യമായി പഠിപ്പിക്കുകയും വേണം. ആ നിലക്ക് വേണം നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ. നമുക്ക് തോന്നുന്നതെന്തും എവിടെയും വിളിച്ചു പറയുവാനുള്ള ഒരവകാശമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബോധവാന്മാരാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിന്റെ സങ്കല്പത്തിലുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ജനങ്ങളെ അടക്കി ഭരിച്ച് അടിമകളാക്കിയ ഒരു രാജാവിനെ കുറിച്ച്, ഫറോവ ചക്രവർത്തിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഫറോവ ചക്രവർത്തിമാരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ കാണാം പല സ്ഥലങ്ങളിലായി. ഏതൊരു പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോഴും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിന്റെ അടിസ്ഥാന ആശയം പഠിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ മുമ്പിൽ പറയുന്ന മറ്റൊരു വിഷയവും ഖുർആൻ ഊന്നി പറയുന്നുണ്ട്. അനർസിൽ മഅന ബനി ഇസ്രായേൽ. പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബനു ഇസ്രായേൽ സമുദായത്തെ എന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ, മൂസയുടെയും അതേപോലെ ഹാറൂനിന്റെയും അലൈഹിമുസ്സലാം അവരുടെ കൂടെ പറഞ്ഞയക്കണം, അവരെ സ്വതന്ത്രരാക്കണമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുന്ന രംഗം ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിധേനയുമുള്ള അടിമത്വത്തിൽ നിന്നുള്ള മോചനമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അവിടെ പണ്ട് കാലഘട്ടങ്ങളിൽ കയ്യൂക്കുള്ളവൻ പാവപ്പെട്ടവനെ അടക്കി ഭരിച്ചിരുന്ന, ചൂഷണം ചെയ്തിരുന്ന ഈ പറഞ്ഞ അടിമ ഉടമ സമ്പ്രദായത്തിനെതിരിൽ ഇസ്ലാം ശബ്ദിച്ചിട്ടുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തമായി അടിമ വ്യവസ്ഥിതി നിലവിലുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി ഖുർആൻ പറഞ്ഞത് തഹരീറു റഖബ എന്നാണ്. ഒരു കാര്യത്തിനല്ല, രണ്ട് തെറ്റുകൾക്കല്ല, പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തമായി അള്ളാഹു നിശ്ചയിച്ചത് അടിമകളെ മോചിപ്പിക്കുക എന്നതാണ്. ഞാൻ ഓതിവെച്ച ആയത്തിലും ഖുർആൻ ആ വിഷയമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പല വിധേനയുള്ള അടിമത്വമുണ്ട്. ഞാൻ ഈ പറഞ്ഞ അടിമ ഉടമ സമ്പ്രദായമുണ്ട്. നമ്മുടെ നാട്ടിൽ മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ജന്മി കുടിയാൻ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ ജന്മിമാര് കുടിയാന്മാരെ അടിമകളാക്കി വെക്കുന്ന സമ്പ്രദായമാണ്. ഭരണകൂട ഭീകരതയുണ്ട്. ഭരണകൂടം അവരുടെ ശക്തിയും അധികാരവും ഉപയോഗിച്ച് ഒരു വിഭാഗം ആളുകളെ അടക്കി ഭരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഫിർഔനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ ഇന്ന ഫിർഔൻ അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ. ഫിർഔൻ ധിക്കാരം കാണിച്ചു, അഹങ്കാരം കാണിച്ചു, ജനങ്ങളെ വ്യത്യസ്ത തട്ടുകളാക്കി മാറ്റി, വിഭാഗങ്ങളാക്കി മാറ്റി. എന്നിട്ട് യസ്തൽഇഫു തായിഫത്തും മിൻഹും, അവരിൽ ചില ആളുകളെ അദ്ദേഹം അടിമകളാക്കി വെച്ചു എന്നാണ്. ആ യസ്തൽഇഫു എന്നുള്ള വാക്കിന് ചില മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം യസ്തഅബിദു എന്നാണ്, അടിമകളാക്കി വെച്ചു. അങ്ങനെ ബനു ഇസ്രായേലിലെ ഫിർഔൻ അടിമകളാക്കി വെച്ചു. അതിനെതിരിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത്. ഇനി അധിനിവേശമാണെങ്കിലും കോളനിവൽക്കരണമാണെങ്കിലും ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ വർണ്ണവിവേചനമാണെങ്കിലും ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അടിമത്വ മനോഭാവമാണ്. ഈ മുഴുവൻ അടിമത്വ മനോഭാവത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ, ഇത്തരം അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളത് അധകൃതരും അടിസ്ഥാന വർഗക്കാരുമായ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപന ലക്ഷ്യമാണ്. സ്വർഗാവകാശികളാകാൻ മലമടക്കുകളും അതേപോലെ ചുരങ്ങളും ഒക്കെ താണ്ടിക്കടക്കണം. എന്താണ് ചുരങ്ങൾ താണ്ടിക്കടക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തേത് ഫക്കു റഖബ, അടിമകളെ മോചിപ്പിക്കുക എന്നതാണ്. അതല്ലെങ്കിൽ ഔ ഇത്ആമു ഫീ യൗമിൻ ദി മസ്ഗബ, കടുത്ത ദാരിദ്ര്യമുള്ള ദിവസം ഭക്ഷണം നൽകുക. മിസ്കീനൻ ദാ മക്റബ, യതീമൻ ദാ മക്റബ, അടുത്ത ബന്ധമുള്ള അടിമകളാകട്ടെ, ഔ മിസ്കീനൻ ദാ മക്റബ, കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന അഗതികളാകട്ടെ.
പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും അതേപോലെ ജീവിത സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുകയും അടിമത്വത്തിൽ കഴിയുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മലമ്പാതകൾ താണ്ടിക്കടക്കുക. ആ മലമ്പാതകൾ താണ്ടിക്കടന്നാലേ വിജയം കൈവരിക്കൂ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, ഉത്തരവാദിത്വം സൂറത്ത് അഹ്റാഫിലെ 157-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ ആ പ്രവാചകൻ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നല്ലതൊക്കെ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു, ചീത്ത കാര്യങ്ങളൊക്കെ പ്രവാചകൻ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വയല്ലാഹു അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. വൽ അഗ്ലാലല്ലത്തി കാനത് അലൈഹിം, അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ബന്ധനങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് പ്രവാചകന്റെ ഡ്യൂട്ടിയായി, ഉത്തരവാദിത്വമായി ഖുർആൻ പറയാണ്. അങ്ങനെയുള്ള പ്രവാചകനെ നിങ്ങൾ പിന്തുടരണം എന്നാണ് ആ ആയത്തിന്റെ ബാക്കിയായിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ സർവ്വവിധേനയുമുള്ള അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച് അവർക്ക് സ്വതന്ത്ര വായു ശ്വസിക്കുവാനുള്ള സാഹചര്യവും അവസരവും ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, നിർഭയപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതം അവർക്ക് സമ്മാനിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ അവിടെ ഇതര മതസ്ഥരായ ആളുകൾ ഉണ്ടായിരുന്നു. മദീനയിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആദ്യ പരിഷ്കാരങ്ങളിൽ ഒന്ന്, മദീനയിലേക്ക് മക്കയിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുഹാജിരീങ്ങളെയും അൻസാരികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കരാറുണ്ടാക്കി. അവർ തമ്മിൽ പരസ്പരം എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ഇനി അൻസാരികളും മുഹാജിരീങ്ങളുമായ മുസ്ലിങ്ങൾ മദീനയിലെ പ്രബല ന്യൂനപക്ഷമായ യഹൂദികളുമായി എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? മദീനയിലെ ന്യൂനപക്ഷമായ മറ്റൊരു അഹ്ലി കിതാബിൽപ്പെട്ട ക്രിസ്ത്യാനികളുമായി എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? 52 വ്യവസ്ഥകൾ. അതിനാണ് മദീന ചാർട്ട് എന്ന് പറയാ, വസീഖത്തുൽ മദീന എന്ന് പറയും. ആ 52 വ്യവസ്ഥകളിൽ 26 വ്യവസ്ഥകൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധവും ബാക്കി 26 വ്യവസ്ഥകൾ മുസ്ലിങ്ങളും ഇതര മതസ്ഥരും തമ്മിലുള്ള ബന്ധങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരാളുടെയും അവകാശം ഹനിക്കപ്പെടാൻ പാടില്ല, ഒരാളുടെയും സ്വാതന്ത്ര്യം, അത് ആദർശപരമായ മതപരമായ സ്വാതന്ത്ര്യമാകട്ടെ ആരാധനാപരമായ സ്വാതന്ത്ര്യം, ഏത് വിധേനയുമുള്ള സ്വാതന്ത്ര്യത്തിന് ഭംഗം വരാൻ പാടില്ല. അത് ഉറപ്പുവരുത്തുന്ന കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായി ഒപ്പിട്ട് അത് രേഖയാക്കി വെച്ചു. ചരിത്രത്തിൽ ഇന്നും രേഖപ്പെടുത്തപ്പെട്ട, എഴുതി തയ്യാറാക്കിയ ഒന്നാമത്തെ ഭരണഘടനയായി അറിയപ്പെടുന്നത് ഈ പറഞ്ഞ വസീഖത്തുൽ മദീനയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടം, ഈജിപ്ത് വിജയിച്ചടക്കിയ സർവ്വസൈന്യാധിപനാണ് അംർ ഇബ്നുൽ ആസ്. അദ്ദേഹം അവിടുത്തെ ഗവർണറും കൂടിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ഈജിപ്തിലെ തദ്ദേശീയ വംശജനായ കോപ്റ്റിക് ഒരു സുഹൃത്തുമായി കുതിരപ്പന്തയം നടത്തി. ആ കുതിരപ്പന്തയത്തിനിടയിൽ അബ്ദുല്ലാസിന്റെ മകൻ ഇയാളെ അടിച്ചു. എന്നിട്ട് ഇയാളുടെ പിതാവ്, ഈ കിബിത്തി കോപ്റ്റിക് വംശജൻ, അദ്ദേഹത്തിന്റെ പിതാവിനെയും കൂട്ടി മദീനയിലേക്ക് യാത്ര വന്നു. കാരണം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, തന്റെ പിതാവ് ഈജിപ്തിലെ ഗവർണറാണ്, ഭരണാധികാരിയാണ് എന്ന അഹങ്കാരത്തിന്റെ മേലാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഈ കോപ്റ്റിക് വംശജനെ അടിച്ചത്. പരാതി ഉമർ ഫാറൂഖിന് മുമ്പിൽ നേരിട്ട് ബോധിപ്പിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ഈജിപ്തിലേക്ക് ഉടനെ തന്നെ മകനെയും കൂട്ടി വരണം അംറുമില്ലാസിനോട്. പ്രമുഖ സഹാബിയാണ്. അങ്ങനെ അംറുമില്ലാസ് മകനെയും കൂട്ടി വന്നു. എന്നിട്ട് തന്റെ ചാട്ടവാർ, ഉമർ ഇബ്നു ഖത്താബ് തന്റെ ചാട്ടവാർ ഈ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് തന്നെ അടിച്ച അംറുമില്ലാസിന്റെ മകനെ തിരിച്ചടിക്കാൻ പറയുന്നു. അങ്ങനെ ഇയാൾ തിരിച്ചടിക്കുന്നു, പ്രതികാരം ചെയ്യുന്നു. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് പറയുന്നുണ്ട്, ഇനി താങ്കൾ പിതാവായ അംർ ഇബ്നുൽ ആസിനെയും അടിക്കുകയാണെങ്കിൽ ഞാനത് തടുക്കുകയില്ല, കാരണം അദ്ദേഹം അവിടുത്തെ ഗവർണറാണ് എന്ന ആ ധാർഷ്ട്യത്തിന്റെ മേലെയാണ് ഈ മകൻ താങ്കളെ അടിച്ചത്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് അംർ ഇബ്നുൽ ആസിന്റെ മുഖത്ത് നോക്കി, അവിടെ കൂടിയ പരശതം ജനങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, എന്നു മുതലാണ് നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്?
അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടാണല്ലോ പ്രസവിച്ചത്. സ്വാതന്ത്ര്യം എന്നത് ജന്മാവകാശമാണ്. ആ നിലക്ക് തന്നെയാണ് അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യരൊക്കെ തുല്യരാണ്. ചീർപ്പിന്റെ പല്ലുകളെ പോലെ എല്ലാവരും സവാസിയ തുല്യന്മാരാണ്. ലാ ഫളല ലി അറബിയിൻ അലാ അജമി, ഒരു അറബിക്കാൻ അറബിയേക്കാൾ, വലാ ലി അബ്യള അലാ അസ്വദ്, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രഖ്യാപന നയമാണ്. അതിനാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അവകാശം എന്ന് പറയുന്നത്, ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിരിക്കണം. എല്ലാവർക്കും അത് തുല്യമായി അനുഭവിക്കാൻ കഴിയുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നുണർത്തുകയാണ്. നമ്മുടെ നാടിനെ സ്നേഹിക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് ഓരോ പൗരന്റെയും ബാധ്യതയാണ്. നാടിനെ നമ്മൾ സ്നേഹിക്കണം. അത് വെറും മുദ്രാവാക്യമാകാൻ പാടില്ല. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായി മാറാൻ പാടില്ല. അത് ആത്മാർത്ഥമായിരിക്കണം. രാജ്യത്തെ സ്നേഹിക്കുന്നത് നിഷ്കപടമായിട്ടായിരിക്കണം. രാഷ്ട്രത്തിന്റെ നന്മയിലും പുരോഗതിയിലും അഭിമാനം കൊള്ളണം. എല്ലാവരെയും തുല്യമായി പരിഗണിക്കാൻ സാധിക്കണം. അവിടെ മത ഭൂരിപക്ഷമെന്നോ മത ന്യൂനപക്ഷമെന്നോ അതല്ലെങ്കിൽ ജാതി മത വ്യത്യാസങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ്. ആ നിലക്ക് സ്നേഹിക്കാൻ സാധിക്കുക. ഇപ്പൊ നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസികളുടെ ബാധ്യതയാണ് അവരവരുടെ ജന്മനാടിനെ സ്നേഹിക്കുക എന്നുള്ളത്. പല നിലക്കും നമുക്ക് നാടിനെ സ്നേഹിക്കാൻ കഴിയും. ഇപ്പൊ ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ ആത്മാർത്ഥമായി തങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ അധ്യാപനം അത് രാഷ്ട്രത്തോടുള്ള രാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരു വിദ്യാർത്ഥി അവൻ പഠിക്കുന്നു, പഠിച്ചു വളരുന്നു, വലിയ മനുഷ്യനാകുന്നു, അതേപോലെ തന്നെ ഈ രാജ്യത്ത് അവൻ സേവനം ചെയ്യുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും അവൻ ഈ രാജ്യത്തെ സ്നേഹിക്കുകയാണ്. ഒരു ഡോക്ടർ സത്യസന്ധമായി രോഗികളെ പരിശോധിക്കുന്നു, അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അതും ഈ രാഷ്ട്രത്തോടുള്ള സേവനമാണ്. ഒരു ഡ്രൈവർ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അയാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ രാജ്യ സ്നേഹത്തിന്റെ ഭാഗമാണ്. തൊഴിലാളിയാകട്ടെ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ, അവരൊക്കെ ഈ നാടിന്റെ നിയമം, അതേപോലെ ഈ നാടിന്റെ വ്യവസ്ഥിതി അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതൊക്കെ തന്നെയും രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ അയൽവാസിയെ സ്നേഹിക്കണം. ആ അയൽവാസി ഏത് ജാതിയിൽപ്പെട്ടവനാണ്, ഏത് മതത്തിൽപ്പെട്ടവനാണ് എന്നവൻ പരിഗണിക്കേണ്ടതില്ല. അവന്റെ സഹപ്രവർത്തകനെ അവൻ സ്നേഹിക്കണം. അവന്റെ വിദ്യാർത്ഥിയെ സ്നേഹിക്കണം. വിദ്യാർത്ഥി ഏത് ജാതിയിൽപ്പെട്ടാന്ന് നോക്കേണ്ടതില്ല. വിദ്യാർത്ഥി തന്റെ അധ്യാപകൻ ഏത് ജാതിയിൽപ്പെട്ടവനാണ്, മതത്തിൽപ്പെട്ടവനാണ് നോക്കേണ്ടതില്ല. ആ അധ്യാപകനെ എന്ത് ചെയ്യണം? ആദരിക്കണം, ബഹുമാനിക്കണം. ഇതൊക്കെ തന്നെയും ഇസ്ലാമിന്റെ നിയമമാണ്. നാം നമ്മുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ പൗരന്മാരെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറുഹും വതുഖ്സിതു ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല. അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, മതവിഷയങ്ങളിൽ നിങ്ങളോട് ഏറ്റുമുട്ടാത്ത, വലം യുഖ്രിജുകും മിൻ ദിയാരികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കാത്ത. മുസ്ലിങ്ങൾ നാട്ടിൽ നിന്ന് പോണം, പുറത്തു പോണം എന്നാഗ്രഹിക്കാത്ത, അതേപോലെ തന്നെ മതവിഷയങ്ങളിൽ നിങ്ങളുമായി ഏറ്റുമുട്ടാത്ത ആളുകൾക്ക് അൻതബറും, അവരോട് പുണ്യം ചെയ്യുന്നത്, വ തുക്സിത്തുയിലെയും, അവരോട് നീതി കാണിക്കുന്നതിനെ അള്ളാഹു വിരോധിക്കുന്നില്ല. അവിടെ ബിർറ്, മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മ, പുണ്യം, അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക, ഇസ്ലാം ഉപയോഗിച്ച വാക്ക ബിർറ് എന്നുള്ളത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് മാതാപിതാക്കളോടുള്ള ബിർറ്.
ആ ബിർറ് എന്നുള്ള വാക്കാ ഖുർആൻ ഇവിടെയും ഉപയോഗിച്ചത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരും, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ അധ്യാപകര്, അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പങ്കാളികൾ, നമ്മുടെ അയൽവാസികൾ, ഇങ്ങനെയുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അതും ഈ പറഞ്ഞ രാജ്യസ്നേഹത്തിന്റെ അല്ലെങ്കിൽ സ്വദേശ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് ഈ നാടിന്റെ യഥാർത്ഥ മക്കളായി തീരാൻ നാം ഓരോരുത്തരും യത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ മൊയ്തീൻ പള്ളിയിൽ കുറേ കാലം ഖത്തീബായിരുന്നു ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മദീനി. ഇപ്പം അദ്ദേഹം കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത സഭയുടെ ഉപദേശക സമിതി ചെയർമാനായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ, ഖുർആനിൻ്റെ വ്യാഖ്യാനം പോലും എഴുതിയ, മദീന യൂണിവേഴ്സിറ്റിയിൽ റൗദത്തുൽ ഉലൂമിലെ പഠനം കഴിഞ്ഞ് മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച നിങ്ങളുടെ ഇവിടുത്തെ സ്ഥിരം ഖത്തീബിൻ്റെ ഒക്കെ ഗുരുനാഥനായ, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഗുരുനാഥനായ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് സ്വർഗം പ്രതിഫലമായി നൽകുമാറാകട്ടെ. ഈ മാസത്തെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള പള്ളികൾ, മദ്രസകൾ, അവിടേക്കൊക്കെയുള്ള സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടുത്തെ കളക്ഷൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാവരും സംഭാവന ചെയ്യണം എന്നും ഉണർത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ചില ആളുകളുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, അതേപോലെ നമ്മുടെ അടുത്ത ബന്ധുക്കൾ, പണ്ഡിതന്മാർ ആയ രോഗശയ്യയിൽ കടക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുകയും നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.